ഹായ്, നമുക്കിന്ന് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ക്രീമി എഗ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വലിയ സവാള, 2 പച്ചമുളക്, 2 തക്കാളി, ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കണം. ഇനി അതിലോട്ട് ഒരു 10 അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കിയെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം തുറന്ന് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളെല്ലാം ചേർത്തതിന് ശേഷം വേണം സ്റ്റൗ ഓൺ ചെയ്യാൻ. ഇനി ഇതൊന്ന് ഇളക്കി മൂത്ത് വരുമ്പോൾ പുഴുങ്ങി വെച്ച കോഴിമുട്ട കത്തിയോണ്ട് ഒന്ന് വരഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഇളക്കി മുട്ടയിൽ മസാലയെല്ലാം പിടിച്ചു വരുന്ന സമയത്ത് നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതേ മിക്സിയുടെ ജാറിലോട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒരു 10 to 15 മിനിറ്റ് വരെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുകളിൽ കുറച്ച് മല്ലിയിലയും ഫ്രൈഡ് ഓനിയനും കൂടി ചേർത്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.